ഹലോ, എനിക്കിന്ന് പറയാനുള്ള കഥ മരിച്ചുപോയവരുമായ ജീവിച്ചിരിക്കുന്നവരുമായ ബന്ധമുണ്ടോ എന്ന് ചോദിച്ചാൽ ബന്ധമുണ്ട്. കാരണം എനിക്കിന്ന് പറയാനുള്ള കഥ മരിച്ചുപോയ എൻ്റെ അമ്മച്ചിയെ പറ്റിയാണ്. മാതൃസ്നേഹവും ഭർത്തൃസ്നേഹവും പുത്രസ്നേഹവും ഭർത്തൃസ്നേഹവും തമ്മിൽ ഉള്ള ഒരു കഥയെ പറ്റിയാണ് എനിക്ക് പറയാനുള്ളത്. ഓക്കെ, എൻ്റെ അപ്പൻ എന്ന് പറയുന്നത് എൻ്റെ അപ്പച്ചൻ്റെയും അമ്മച്ചിയുടെയും ഒരേ ഒരു മകനാണ്. എൻ്റെ അപ്പന് സഹോദരങ്ങളൊന്നും പറയുക. അപ്പം ഈ ഒറ്റ മകനാണെന്ന് വെച്ച് നമ്മൾ കൈവിളയിൽ കൊണ്ടു തുടക്കുകയല്ലായിരുന്നു. എൻ്റെ അപ്പനെ എൻ്റെ അപ്പച്ചൻ വാരി അലക്കി കോഴി എടുക്കുമായിരുന്നു എന്നാണ് കഥകളിൽ ഞാൻ കേട്ടിട്ടുള്ളത്. ഞാൻ ജനിക്കുന്നതിന് മുന്നേ മരിച്ചുപോയി. അമ്മച്ചി ഉണ്ടായിരുന്നു. അമ്മച്ചി +1 പഠിച്ചപ്പോഴാണ് മരിച്ചത്. ഓക്കെ, അപ്പം ഈ അപ്പനെ വാരി അലക്കുമായിരുന്നു. അപ്പം തല്ല് കൊണ്ട് ചതമേടിച്ച് എൻ്റെ അപ്പൻ അവിടെ കിടന്ന് ഉരുണ്ട് കരഞ്ഞ് പെരണ്ട് കഴിഞ്ഞപ്പം ഒരു ദിവസം പുത്രസ്നേഹം കൂടി എൻ്റെ അമ്മച്ചി എൻ്റെ അപ്പനോട് പറഞ്ഞു, മോനെ, അമ്മച്ചി നിനക്കൊരു ബുദ്ധി പറഞ്ഞു തരാം. അമ്മ പറയുന്നത് പോലെ നീ കേൾക്കണം. നാളെ നിന്റെ അപ്പൻ നിന്നെ തല്ലുമ്പം നീ ബോധം കെട്ടങ്ങ് വീണേക്കണം. ബോധം കെട്ട് വീഴുമ്പോൾ ആ ഒരു പേടിയും വ്യഗ്രതയും ചിലപ്പോൾ നിന്നെ തല്ലത്തില്ല എന്ന് പറഞ്ഞു. അപ്പൊ പിറ്റേ ദിവസം എൻ്റെ അപ്പൻ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് എന്തെങ്കിലും ഒരു കാര്യത്തിന് അപ്പച്ചൻ വാരി അലക്കാൻ. അങ്ങനെ നോക്കി നിന്നപ്പോൾ കളിക്കാൻ പോയ എൻ്റെ എന്തുത്തിൻ്റെയോ പേര് പറഞ്ഞു. അപ്പച്ചൻ വാരി അലക്കി. രണ്ടാമത്തെ അടിക്ക് തന്നെ എൻ്റെ അപ്പം കറങ്ങി കുത്തി ബോധനിട്ട് തറയിൽ കിടന്നപ്പം എൻ്റെ അപ്പം മനസ്സിലാലോചിക്കുക, ഇപ്പം എൻ്റെ മുഖത്ത് വെള്ളം കോരി ഒഴുക്കി, ഇപ്പം എന്നെ ആശുപത്രി കൊണ്ടുപോയി, ഇപ്പം എൻ്റെ അപ്പം കരയും എന്നൊക്കെ എൻ്റെ പിതാവ് അപ്പൻ കിടന്നിങ്ങനെ ആലോചിച്ചു. അപ്പം പറഞ്ഞു അതെയാ. ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് ഒരു മനുഷ്യരുടെ ഒച്ച കേൾക്കുന്നില്ല. അപ്പൻ പതുക്കി ഒരു കണ്ണിൻ്റെ സൈഡ് തുറന്ന് ഇങ്ങനെ നോക്കുകയും എൻ്റെ അപ്പച്ചനൊരൊറ്റ തൊഴിയും കൂടെ കൊടുത്തതിലല്ലായിരുന്നു എൻ്റെ അപ്പൻ്റെ മനസ്സ് വേദനിച്ചത്. അത് കഴിഞ്ഞ് എൻ്റെ അപ്പച്ചൻ പറഞ്ഞ കാര്യത്തിലായിരുന്നു. എൻ്റെ അപ്പച്ചൻ എൻ്റെ അപ്പനോട് പറയുക, നീ തല്ലുമ്പോൾ ബോധം കിട്ടി വീഴുമെന്ന് നിൻ്റെ അമ്മ എന്നോട് നേരത്തെ പറഞ്ഞായിരുന്നതാണ്. അതെ ഗൈസ്, എൻ്റെ അമ്മച്ചി സ്വന്തം ഭർത്താവ് മകൻ ബോധം കിട്ടി വീഴുമ്പോൾ വിഷമിക്കരുതേ എന്നാലോചിച്ച് എൻ്റെ അമ്മച്ചി കിടത്താൻ പോയപ്പോൾ അപ്പച്ചനോട് പറഞ്ഞായിരുന്നു, ഇനി തല്ലുമ്പോൾ മോൻ ഒന്ന് ബോധം കെട്ടി വീഴും, പേടിക്കരുത് കേട്ടോ. എങ്ങനെ ഇരിക്കുന്നു?